ഇപ്പോഴൊന്നും സമാധാനായി. ഒറ്റ ഇരിപ്പായിരുന്നു ഫ്ലൈറ്റിലേ. വിശപ്പ് വല്ലാണ്ട് കൂടിപ്പോ ഞാൻ സാരി കൊടുത്ത പിശാശിനോട് ഇത്തിരി ചോറും മീൻകറിയും കിട്ടുമോന്ന് ചോദിച്ചു. ഫ്ലൈറ്റിലോ? ആ അപ്പൊ അവളിന്റെ മുഖത്ത് കൊണ്ട് ചിരി. എന്തിനിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? നാട്ടിലിപ്പോ പഴയ പോലെ നല്ലേ. 27 വയസ്സായി, ഇനി ജോലിക്ക് പോയില്ലെങ്കിൽ ചോറ് തരില്ലെന്ന് അച്ഛൻ. ഒരു മകന്റെ മുഖത്ത് നോക്കിട്ട് പറയേണ്ട വർത്താനാണോ അത്? ജോലിയാ? നിനക്ക് ഞാൻ നാട്ടിൽ നല്ലൊരു ജോലി സെറ്റാക്കി തന്നാണല്ലോ. അപ്പൊ അതോ? ജോലി എന്ന് രാവിലെ എണീച്ച് പണിക്ക് പോണം. ഇത് കിട്ടണതോ 15,000 രൂപ. പിന്നെ +2 3 വട്ടം തോറ്റാൻ നിനക്ക് ഞാൻ ISRO ചെയർമാന്റെ ജോലി വാങ്ങിച്ചു തരാം. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ. എന്ത് അബദ്ധം പറ്റിയെന്നോ? അതല്ല, മൂക്കത്താ ശുണ്ടി. മൂക്കത്ത് മാത്രല്ലടാ, ആ മണ്ടോളുള്ള ശരം പറഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാകാൻ പറ്റിയ വഴികളൊക്കെ ഇവിടെ ഉണ്ട്. അതിന് ബെസ്റ്റ് മോഷണ. പോലീസ് പിടിക്കില്ലേ? ഇവിടെ അതൊക്കെ ലീഗലല്ലേ? അതെ. പിന്നെ ഇപ്പൊ ഞാനൊക്കെ ഡെയിലി പണിക്ക് പോയിട്ടാ എനിക്ക് കാശിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ഏതെങ്കിലും അറബികളുടെ വീട്ടിൽ കയറും. എന്നിട്ട് വല്ല മൊന്തയോ കിണ്ടിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയെടുക്കും. എന്നിട്ട് ഞാനത് ഉരുക്കും. ചുമ്മാ നേരം പോണ്ടേ? എന്നിട്ട് അത് പീസ് ആക്കിയിട്ട് വെക്കും. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. മൂൽമാവന്റെ കൂടെ കൂടിയ ഉയരങ്ങളിലേക്ക് എത്തും. നിന്റെ തന്ത അല്ല, അച്ഛന് എന്നോട് വല്ല മുൻവൈരാഗ്യം ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? വെളുത്താ നീ നൊന്തു കേട്ടോ. കഴിഞ്ഞോ? വാരി പൊത്ത. നല്ല മഴക്കാറ്. ഇവിടെ മഴയും പെയ്യോ? ഈ സമയത്ത് അങ്ങനെ ഒരു പതിവില്ല. ഇനിയിപ്പോ പ്രതീക്ഷിക്കാലോ. മഴയോ ഇടിമിന്നലോ ഭൂമി കുലുക്കോ. ചേട്ടാ 2 ചായ.